ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. സക്കറിയാച്ചൻ നെഞ്ചിന് താഴോട്ട് പൊട്ടിയവനാണെങ്കിലും ഇന്നും ദൈവം അത്ഭുതകരമായി ഉപയോഗിക്കുന്നോർത്ത് നന്ദിയോടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മുന്നോട്ട് പോകട്ടെ ഞാൻ. അപ്പോൾ ഈ മെഡലും വാങ്ങിച്ചുകൊണ്ടാണ് ന്യൂയോർക്കിൽ പോകുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. അങ്ങനെ മനുഷ്യനോടാണ് ഡോക്ടർ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനിയും എഴുന്നേറ്റ് നടക്കത്തില്ല. ഏത് മനുഷ്യൻ അസ്വസ്ഥനാകും ഭാവിയെ നോക്കുമ്പോൾ? നാളെ എന്ത് സംഭവിക്കും? നാളെ എന്തായിത്തീരും? നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്നിന്റെ സ്വസ്ഥത കളയും. നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ, ആകുല ചിന്തകൾ ഇന്നിന്റെ സ്വസ്ഥത. അതുകൊണ്ടാണ് ഭക്തനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സമാധാനം വേണമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണീന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് വീണു. ആദ്യത് കേൾക്കുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ, 5 മിനിറ്റ് ഞാൻ എങ്ങലടിച്ച് കരഞ്ഞു. ഒരു തുവാല എടുത്ത് തരാൻ എൻ്റെ അടുത്ത നേരം ആരുമില്ല. കരയണ്ട എന്ന് പറയാൻ ഒരു മനുഷ്യനും എൻ്റെ തന്ന സമയത്തില്ല. 5 മിനിറ്റ് ഞാൻ എങ്ങലടിച്ച് കരഞ്ഞു. ഡോക്ടേഴ്സും ഈ സ്റ്റാഫും എല്ലാം റൂം വിട്ട് പുറത്തു പോയി. ഞാൻ ആ കെട്ടിലേക്ക് ഇങ്ങനെ കിടന്ന് ചോദിച്ചു, നാളെ ഞാൻ എന്തായിത്തീരും? എങ്ങനെയായിത്തീരും നാളെ? ആ കട്ടിലേക്ക് കിടന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നവനാണ്. എന്നോട് സംസാരിക്കാൻ തുടങ്ങി. മോനെ, ഇന്നലെ ഞാൻ നിന്നെ നടത്തിയവനാണ്. ഇന്ന് ഈ മിനിറ്റിൽ ഞാൻ നിന്നെ നടത്തുന്നു. ആ നടത്തുന്നവൻ നാളെ നടത്തുവാൻ ഇന്നലെ നടത്തിയവൻ ഇന്നും നടത്തുന്നവൻ നാളെ നടത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മതി നാളെയെക്കുറിച്ചുള്ള ആകുല ചിന്ത മാറുവാൻ. മനസ്സിലായോ? അപ്പൊ നാളത്തെക്കുറിച്ചുള്ള ആകുല ചിന്തകളുമായി ആരെങ്കിലും അകത്തിരിപ്പുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, ഇന്നലെ നടത്തിയവൻ ഇന്നും നടത്തുന്നവൻ നാളെയും നടത്തുവാൻ ഈ ദൈവം വിശ്വസ്ത ദൈവമാണ്. കാരണം എൻ്റെ ദൈവം എന്ന് പറയുന്നവൻ ഇന്നലകളുടെ മാത്രം ദൈവം അല്ല, അവൻ ഇന്നലകളുടെയും ഇന്നിൻ്റെയും നാളെയുടെയും ദൈവമാണ്. പുറകോട്ട് നോക്കുമ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. ഇന്നലെ എന്നെ നടത്തിയ ദൈവം തന്നെ ഇന്നെന്നെ. അതുകൊണ്ട് പിന്നെ ഒരിക്കലും നാളെ എന്തെനിക്ക് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വിഷയമേ അല്ല. എന്ത് സംഭവിച്ചോട്ടെ, അവിടെയൊക്കെ എൻ്റെ കൂടെ ആരുണ്ട്? പറ. അതിൻ്റെ പേരാണ് വിശ്വാസമെന്ന് പറയുന്നത്. വിശ്വാസമെന്നതോ ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. ആകുല ചിന്ത വരുമ്പോൾ ഞാൻ കഴിക്കുന്ന ഒന്നാമത്തെ മെഡിസിൻ അതാണ്. എന്താ? വിശ്വാസം. എന്താ വിശ്വാസം? ഇന്നലെ എന്നെ നടത്തിയൊരു ദൈവമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ ഇന്നലെ നടത്തിയ ദൈവം, ഇന്നലത്തെ പ്രശ്നം വരുതെന്ന് നിങ്ങൾ കണ്ടു കാണും. അവിടെ നിങ്ങളെ അത്ഭുതമായി നടത്തിയവൻ, ഇന്നും ഇതുവരെ നടത്തിയവൻ നാളെയും നടത്തുവാൻ ഈ ദൈവം പറഞ്ഞേ
വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ ഒന്നാമത് ഞാൻ കഴിക്കുന്ന മരുന്ന് അതാണ് വിശ്വാസത്തിൻ്റെ തികവെന്ന് പറയുന്നത്. ഉണ്ട്. അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കട്ടെ എനിക്ക് വിഷയമല്ല. ഞാൻ ഇന്നലെ അടുത്തതിനെ നോക്കി നെടുവേർപ്പെടുന്നതല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മുന്നോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് എനിക്ക് മതി. ആ ഒരു സ്റ്റെപ്പ് ഞാൻ കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ചവിട്ടുമ്പോൾ അടുത്ത സ്റ്റെപ്പും എനിക്ക് വേണ്ടി അവൻ നിശ്ചയമായും ഒരു സ്റ്റെപ്പ് കാണാൻ മാത്രം ചോദിച്ചാൽ മതി. നടക്കാൻ ഒരടി, ഒരു സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ദൈവം തമ്പുരാൻ നമുക്ക് നിശ്ചയമായും തരും. വീട്ടിലുള്ള സമയത്ത് ഈ കസേര ഉരുട്ടി മുറ്റത്ത് പോയിരിക്കും. എനിക്ക് ഈ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ഞാൻ മൂഡ് ഓഫ് ഒക്കെ എനിക്ക് വരും. മൂഡ് ഓഫ് ഒക്കെ വരുമ്പോൾ ഞാൻ ആരെയും സംസാരിക്കത്തില്ല. ഞാനിങ്ങനെ വളരെ കൂളായി വീറ്റത്തൊക്കെ ഇരിക്കും. പ്രകൃതി നമ്മെ ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കും. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി കോഴിയെ, ഭയങ്കര ഇഷ്ടമാണ്. കോഴിയിറച്ചിയല്ല, പിന്നെ കോഴി ഇഷ്ടമാണ്. എവിടെ കോഴിയെ ഉണ്ടെങ്കിലും അവൻ വാങ്ങിച്ചുകൊണ്ട് വരും. ഭയങ്കര ഇഷ്ടമാണ് അവൻ കൊച്ചു പ്രായത്തിൽ. ഇപ്പോൾ പള്ളിയിൽ വർഷത്തിലൊരിക്കൽ ലേലമുണ്ട്, ആദ്യപൽ ലേലം എന്ന് പറയും. അപ്പം എൻ്റെ മോൻ പള്ളിയിലന്ന് പോവുകയും ചെയ്യും. പള്ളി കോഴി ഉണ്ടെങ്കിൽ അവൻ ലേലം വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ 1750 രൂപയ്ക്ക് 1.5 കിലോ ഭാരമുള്ളൊരു കോഴിയെയും പിടിച്ചോണ്ട് വീട്ടിൽ വന്നു. എത്ര? 1000. അവസാനം പള്ളിക്കാരനെ പറഞ്ഞു ഇനിയും മോശമാ, ദോഷമാ. അവർക്ക് മടുത്തു. ഒരു പെടക്കോഴിയാ, നാടൻ കോഴിയാ. അപ്പൊ ഞാൻ പള്ളിയിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കാറേ വന്നിറങ്ങുമ്പോൾ വീടിന് മുറ്റത്തൊരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. ആരെ? അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ എന്താ, എവിടെ നിന്നാ ഇത്? എനിക്കറിയാം അത് പറ്റിക്കുന്നതാന്ന്. മോൻ പിടിച്ചോണ്ടോന്നതാ. അതിന് എന്നാ വരും? 1750 രൂപ. ഓക്കെ, സമ്മതിച്ചു, സത്യം. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ശരി. പിറ്റേ ദിവസം ഇത് മുട്ടയിടാൻ തുടങ്ങി. 1.5 കിലോ കോഴി ഭാരമുള്ള കോഴി പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കോഴി ഇടയ്ക്കിടയ്ക്കാണ് മുട്ടയിടുന്നത് ഇല്ലേ? ഒരു ദിവസം ഇടും, പിറ്റേ ദിവസം, അങ്ങനെ ഇല്ലയോ? ഇതാണ് നോൺ സ്റ്റോപ്പ്. ലിമിറ്റഡ് സ്റ്റോപ്പ് എക്സ്പ്രസ് എന്ന് കേട്ടിട്ടില്ല? ഇത് നോൺ സ്റ്റോപ്പായി 23 ദിവസം കണ്ടിന്യൂസ് ഇവൻ മുട്ടയങ്ങ് ഇട്ടു. അവൻ ചെന്നിട്ട് ആരാ പറഞ്ഞ, അമ്മച്ചി ഇതെങ്ങനെയാ വിരിയുന്നത് ഈ മുട്ടയെ? അപ്പൊ ഈ 23 മുട്ടയിട്ടപ്പോൾ ഇതങ്ങ് അടയമായി ഈ കോഴി. അമ്മ ഒരു ചട്ടിക്കകത്ത് ചില അറക്കപ്പൊടിയൊക്കെ വെച്ച്, അറക്കപ്പൊടി മനസ്സിലായില്ലേ, അതൊക്കെ ഇട്ട് കുരിശ് വരച്ച്, അമ്മ കുരിശ് വരച്ച് വെച്ചോണ്ടായിരിക്കും 23 എണ്ണവും വിരിഞ്ഞു. 1.5 കിലോ ഭാരമുള്ള കോഴി 23 കോഴി കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന കാണുന്ന തന്നെ ഒരു രസം. അങ്ങനെ ഒരു ദിവസം ഞാൻ വീടിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ 23 കോഴിക്കുഞ്ഞിനെയും കോഴിയും കൂടെ എൻ്റെ മുമ്പിൽ കൊണ്ട് വിട്ടു. എൻ്റെ അമ്മ. ഞങ്ങളുടെ വീടാണെങ്കിൽ കീരിയുടെ സംസ്ഥാന സമ്മേളനമാണ്. ആ നാട്ടിലുള്ള സകല കീരികളും കൂടുന്ന ഇവിടെ. അപ്പൊ ഞാൻ ഈ 23 കോഴിക്കുഞ്ഞിനെയും കൊണ്ട് അമ്മ കൊണ്ട് വിട്ടുടനെ ഞാൻ പറഞ്ഞു, അമ്മ, വേദപുസ്തകത്തിൽ ആടിനെ നോക്കുന്ന ഇടയനുണ്ട്, കോഴിയെ നോക്കുന്ന ഇടയനെ കുറിച്ച് എവിടെ ഇല്ല, ഉണ്ടോ? അമ്മ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് ഒരു കീരി വരത്തില്ല. ഞാൻ പറഞ്ഞു, അമ്മ, വിശ്വാസം അതറിയത്തില്ലേ, വിശ്വാസം രക്ഷിക്കട്ടെ. അമ്മ ഇത് പറയുകയും ഈ കോഴിക്കുഞ്ഞിനെ വിട്ടു. അമ്മ സ്ഥലം വിട്ടു. എൻ്റെ വീൽ ചെയറിന് ചുറ്റും ആര് നടക്കുക? കോഴിക്കുഞ്ഞ് നടക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോഴിക്കുഞ്ഞിനെ പിടിക്കുന്ന ഒരു പക്ഷിയുണ്ട്, പുള്ള്. ഇതൊരു ശബ്ദം പുറപ്പെടുവിച്ചു. ഏതാ? ഈ പുള്ള വന്നത് ആര് കണ്ടു? ഈ തള്ളക്കോഴി കണ്ടു. തള്ളക്കോഴി ഇത് കാണുകയും
തള്ളക്കോഴി ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്. തള്ളക്കോഴി ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ 23 കോഴിക്കുഞ്ഞും ക്ഷണത്തിൽ ഈ തള്ളയുടെ അടുത്ത് വന്നു. തള്ളയുടെ അടുത്ത് വന്നപ്പോൾ തള്ള ചുണ്ടുകൊണ്ട് ആ 23 തടുത്ത് തൻ്റെ അടുത്തോട്ട് നിർത്തിക്കഴിഞ്ഞ് ഈ തള്ള ചിറക് വിരിച്ച് അവിടെ അങ്ങ് ഇരുന്നു. ഞാൻ അതിശയോക്തി പറയല്ല, 1.5 കിലോ തൂക്കമേ ഉള്ളൂ. 23 കോഴിക്കുഞ്ഞുമുണ്ട്. 23 കോഴിക്കുഞ്ഞും ഈ ചിറകിൻ്റെ കീടിനകത്ത് കയറിയിരുന്നു. തല പോലും പുറത്ത് കാണാൻ ഇല്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, 23 കോഴിക്കുഞ്ഞിന് ഈ 1.5 കിലോ തൂക്കമുള്ള കോഴിയുടെ ചിറകിൻ കീഴിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വിസ്താരമായ ചിറകിൻ കീഴിൽ നിനക്കൊരു സുരക്ഷിതത്വമുണ്ട്, ഒരിടമുണ്ട്. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ഒരു കരുതലുണ്ട്. ആ കരുതൽ അനുഭവിക്കുന്നവൻ നാളെയെക്കുറിച്ച് ആകുലപ്പെടുക ഇല്ല. ദൈവത്തിൻ്റെ വിസ്താരമായ ചിറകിൻ്റെ കീഴിൽ എനിക്ക് നിനക്ക് ഒരു കരുതലുണ്ട്, ഇടമുണ്ട്. എന്നാൽ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ മരുന്നൂടെ തരുന്നുണ്ട്. വായിച്ച് 4:6. നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നം നിന്റെ വെച്ചുകൊണ്ടിരിക്കരുത്, അതെല്ലാം എങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. യു ട്രാൻസ്ഫർ ടു ദ മൈറ്റി ഹാൻഡ് ഓഫ് ദൈവത്തിൻ്റെ കയ്യിലോട്ട് അതെല്ലാം അങ്ങ് പറഞ്ഞേ. ദൈവത്തിന്റെ കരങ്ങളിലോട്ട് പ്രശ്നങ്ങളെ കൊടുക്കുന്ന പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥന ഒത്തിരി നിർവചനങ്ങൾ കേട്ട് കാണും. പാവപ്പെട്ട എൻ്റെ നിർവചനം അതാണ്. ഞങ്ങൾ രണ്ടുപേരുടെ പിന്നെ ഭാരം ചുമണോ? ആണോ? ഭാരം ചുമ്മാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരുടെ ചുമ്മേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാനിത് ചെയ്യാം, എൻ്റെ ഭാരങ്ങളെല്ലാം ആരെ ഏൽപ്പിക്കും? ദൈവത്തെ ഏൽപ്പിക്കും. അപ്പോൾ ഞാനവിടെ ചുരുക്കുകയാണ്. സമാധാനം കളയുന്ന 2 കാര്യം പറഞ്ഞു. 3-ാമത്തെ കാര്യം ഫിലിപ്പിയ ലേഖനം 4:11. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് വാക്കാ കുറച്ചുള്ള സുഖം. I have learned to be satisfied with what I have. ഉള്ളത് കൊണ്ട് തൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അസ്വസ്ഥരാക്കുന്നത്, നമ്മുടെ സമാധാനം കളയുന്നത് എന്താ? ഉള്ളതിനേക്കാൾ കൂടുതൽ ഇല്ലാത്തതിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പൊ ഞാനിത് പള്ളിയിലെ അവിടെ 4 അപ്പച്ചന്മാരുണ്ട്. 4 അപ്പച്ചന്മാർക്ക് അവിടുത്തെ ചെറുപ്പക്കാർ 4 ഇരട്ടപ്പേരിട്ടു. ഇരട്ടപ്പേരെന്ന് പറഞ്ഞാൽ അറിയോ? അറിയാം. അവർ ഈ ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്നു. ഒരാളുടെ പേര് ആർത്തി എന്നാ. എന്തോ ആർത്തി, ആർത്തി. ഈ അപ്പച്ചൻ്റെ വീട്ടിൽ 5000 തേങ്ങ ഉണ്ടെങ്കിലും അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് അയലോക്കക്കാരൻ 2 തേങ്ങ എടുത്തെങ്കിൽ, അവൻ്റെ പുരയിടത്തേക്ക് 2 തേങ്ങ എടുത്തെങ്കിൽ അപ്പച്ചന് മിറ്റത്ത് 2000 തേങ്ങ കിടക്കുക. പക്ഷെ അയലോക്കക്കാരൻ 2 തേങ്ങ എടുത്ത് വിരയ്ക്കകത്തോട്ട് ഇട്ടെങ്കിലേ അപ്പച്ചൻ എന്തോ ഉള്ളൂ. അതിന് പിള്ളേർ ചെറുപ്പക്കാരായിട്ട് പേരാണെന്ത്? ആർത്തി. ആർത്തി. ഇന്ന് ഈ ആർത്തി സംസ്കാരമാണ്. ആർജിക്കണമെല്ലാം, എന്തും കൊടുത്തും ആരുടെ കുതികാലി വെട്ടും എന്തും സൃഷ്ടിച്ചും മറ്റുള്ളവൻ്റേത് സ്വന്തമാക്കണമെന്നുള്ള ആർത്തി സംസ്കാരം. ഇവിടെ നമ്മൾ പറഞ്ഞത് I have learned to be satisfied with
what I have, ഉള്ളത് കൊണ്ട് തൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ഇല്ല എന്നുള്ളതല്ല, എന്തുണ്ട്. ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചാൽ പെറുപെറുപ്പ് മാത്രമേ വരത്തുള്ളൂ, പരാതിയെ വരത്തുള്ളൂ. അല്ലേ? ശരിയല്ലേ? രണ്ടു തരം കാര്യം പറയാൻ പോവാ. നമുക്കില്ലാത്തതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് എപ്പോഴും എന്തേ ഉള്ളൂ? ഈ പെറുപെറുപ്പ് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ഒരു രംഗമുണ്ട്. വളരെ വേദനിപ്പിച്ചു. മാത്രം എൻ്റെ കൊച്ചു വീടായിരുന്നു. പ്രാഥമിക സൗകര്യം നിർവഹിക്കണമെങ്കിൽ പോലും 200 മീറ്റർ ദൂരെ പോകണം കിണറിൻ്റെ അവിടെ നിന്ന്. അത് യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല. എല്ലാ റൂമിലും ഈ കട്ടളയ്ക്ക് പടിയുണ്ട്. വീൽ ചെയർ റെസ്റ്റ് ഉരുട്ടാൻ സാധിക്കത്തില്ല. ഒരു വീട് വാടകയ്ക്ക് ലഭിച്ചുമില്ല. എൻ്റെ അമ്മ, ഞാൻ ഒറ്റ മകനെ, എനിക്ക് പെങ്ങന്മാരൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് 92 വയസ്സ് പ്രായമുണ്ട്. അമ്മ എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എന്നെ വല്ലാതെ അങ്ങ് സങ്കടപ്പെടുത്തി. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. 2 സംഭവങ്ങളാണ്. ഒന്ന് ആശുപത്രി കിടക്കെ, 2 ഇത് കണ്ണുനീരങ്ങ് ധാരധാരയായി ഒഴുകി. ദൈവം അവനെ എപ്പോഴും സംസാരിക്കും. നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ കേൾക്കാതെ, നമ്മളത് സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേൾക്കാത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ വീൽ ചെയർ മൂലക്കോട്ട് ഉരുട്ടി മാറ്റാൻ പറഞ്ഞു. ഞാൻ വീൽ ചെയർ മൂലക്കോട്ട് ഉരുട്ടി മാറ്റി. എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, നിന്റെ കൈകൾ ഉയർത്താമോ? ദൈവമക്കളെ, ദൈവ പൈതലേ, എൻ്റെ ആക്സിഡൻറ്റ് ലെവലിൽ ഒരു സ്റ്റേജൂടെ മുകളിലോട്ടായിരുന്നെങ്കിൽ എൻ്റെ കൈ എനിക്ക് ഉയർത്താൻ സാധിക്കത്തില്ല. കൈകൾ ഉയർത്താൻ സാധിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും. ഇന്നും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ശുശ്രൂഷിപ്പാൻ, കൃപാനയൊല്ലുവാൻ ഈ കൈകൾ കൊണ്ട് കഴിയുന്നു. കൈകൾ ഉയർത്താൻ സാധിക്കുമോ? നമ്മൾ സാധിക്കും. നിന്റെ നാവ് ചലിപ്പിക്കാമോ? പറഞ്ഞ നാവ് ചലിപ്പിക്കാം. ബുദ്ധിശക്തിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഓർമ്മശക്തി മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് അപകടത്തിന് മുമ്പ് പ്രസംഗിക്കണമല്ലോ കുർബാനയുള്ളെങ്കിൽ കണ്ണാടി വേണമായിരുന്നു. അപ്പൊ എനിക്ക് എന്തോ വേണ്ട? ഇപ്പൊ എന്തോ വേണ്ട? ഇപ്പൊ ചില നഷ്ടപ്പെട്ടെങ്കിലും ചിലത് എനിക്ക് കിട്ടി. കണ്ണാടി കാഴ്ചശക്തി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ചലനശക്തി, കൈപൊക്കം, ഓർമ്മശക്തി കുഴപ്പമില്ല, ബുദ്ധിശക്തി കുഴപ്പമില്ല, ഇതെല്ലാം ഉണ്ട്. എന്നോട് ചോദിച്ചു, അടുത്തത് ഇത് പോരായോ നിനക്ക്? സ്വർഗത്തിലെ അപ്പൻ തിരുവനന്തപുരം എയർപോർട്ടിൽ ചോദിച്ചതാ, ഇത് പോരായോ നിനക്ക്? ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് 2 ചാണേ ഉള്ളൂ ചലനശക്തി ഉള്ളത്, ഇത് പോരായോ നിനക്ക്? ഞാൻ പറഞ്ഞു, ഇത് മതി. അടുത്തത്, ഞാനോടില്ലയോ കൂടെ നിന്റെ? എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാൻ 14 വർഷമായി ഈ ചക്രക്കസേരയിൽ കഴിയുന്നു. ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ 3rd ക്യാബിനിൻ്റെ മൂലയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, എനിക്ക് ഇത് മതി, ഞാൻ അതിൻ്റെ കൂടെയുണ്ട്. നമുക്കെന്തുണ്ടെന്നുള്ളതല്ല, ഉള്ളതിനെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ ഉള്ളതിനെ കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്കെന്തുണ്ടെന്നുള്ളതല്ല, ഉള്ളതിനെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ ഉള്ളതിനെ കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പലപ്പോഴും എന്ത് ഉണ്ട് എന്നുള്ളതല്ല വിഷയം, നമുക്കെന്ത് ഇല്ല. ഇല്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കുകയല്ല. ദൈവം എന്തെങ്കിലും തരാതെ ആരെയും ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? നമുക്കുള്ളതിനെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉള്ളതിനെ പെരുപ്പിക്കുവാൻ ആരെ കൊണ്ട് സാധിക്കും? ഉള്ളതിനെ പെരുപ്പിക്കുവാൻ, ഉള്ളതിനെ കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിനെ കൊണ്ട് സാധിക്കും. ഇത് ധ്യാന നിമിഷമാണ്. നമുക്കെന്തുണ്ട്? ഉള്ളതിനെ വ്യവസ്ഥ കൂടാതെ അൺകണ്ടീഷണലായി ദൈവത്തെ ഏൽപ്പിക്കുമെങ്കിൽ ഉള്ളതിനെ കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ ദൈവം
വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ ഹാവ് ലേൺഡ് ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ്. ഉള്ളത് കൊണ്ട് തൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ മറ്റൊരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ചൊല്ലിടും. എനിക്കെന്തുണ്ടെന്നുള്ളതിനേക്കാൾ എന്നെ അലട്ടുന്ന പ്രശ്നം മറ്റൊരാൾക്ക് എന്നേക്കാൾ കൂടുതൽ എന്ത് പറ ഉണ്ട്. അപ്പോൾ എനിക്കൊരു രോഗം ഉണ്ടാകും. എനിക്കെന്തുണ്ടെന്നുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ ചിന്ത എൻ്റെ സഹപ്രവർത്തകയ്ക്ക്, എൻ്റെ അയൽവക്കക്കാരന്, എൻ്റെ സഹോദരന് എന്തൊക്കെ. എൻ്റെ വീട്ടിൽ നടന്നോന്തരം TV ഉണ്ട്, പക്ഷെ ഞാൻ നോക്കുന്നത് അവൻ്റെ വീട്ടിൽ ഏത് ബ്രാൻഡാന്ന്. മനസ്സിലായില്ല? അപ്പോൾ എനിക്കൊരു രോഗമുണ്ടാകുന്നതിൻ്റെ പേരാണ് അസൂയ. ഉണ്ടോ? എന്ത് പോയി പറ. അസൂയ ഉണ്ടെങ്കിൽ സ്വസ്ഥത പോക്ക. അങ്ങനെ അസൂയ കൊണ്ട് സ്വസ്ഥത പോയ ഒരു രാജാവിന്റെ പേരാണ് ശൗൽ രാജാവ്. അല്ലയോ? അപ്പോൾ ഞാൻ ആ ഭാഗം വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ സമാധാനം കളയുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. ഭിന്നതയുണ്ടെങ്കിൽ സമാധാനമില്ല. ദൈവത്തോടും മനുഷ്യനോടും. ദൈവത്തെ നമ്മെ അകറ്റുന്നത് നമ്മളുടെ പാപമാണ്. മനുഷ്യനെ അകറ്റുന്നത് സ്നേഹക്കുറവാണ്. അപ്പൊ സ്നേഹവും പാപവും, സ്നേഹമില്ലാത്തിടത്തും പാപമുള്ളിടത്തും എന്തില്ല? സമാധാനം ഇല്ല. 2 ഞാൻ പറഞ്ഞത്, ആകുല ചിന്തയുള്ളിടത്ത് എന്തില്ല? സമാധാനമില്ല. 3 ഞാൻ പറഞ്ഞത്, അസൂയുള്ളിടത്തും ഇല്ലാത്തതിനെക്കുറിച്ച് ഉള്ള ചിന്തയുള്ളിടത്തും എന്തില്ല? ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. തെസ്സലോനിക്കയിലും എനിക്കെന്തുണ്ട്? ആവശ്യമുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തോ വരും? ആവശ്യവും ബുദ്ധിമുട്ടും ഒക്കെ വരും. അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തുണ്ട്? ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട്. ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇല്ലാത്ത ആരും ഈ ലോകത്തിൽ ഉണ്ടോ? എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട്. കഷ്ടതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും ഇല്ലാത്ത ആരും ഈ ലോകത്തിൽ ഉണ്ടോ? ഇവിടെ പൗലോസ് പറയുന്നു, എനിക്ക് ബുദ്ധിമുട്ട്. പാവോ 3-ാം സ്വർഗ്ഗത്തോട് എടുക്കപ്പെട്ട് അനേക സഭകൾ സ്ഥാപിച്ച ഭക്തനായ മനുഷ്യൻ പറയുന്നു, ആ ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിലും എന്തുണ്ടായി? ബുദ്ധിമുട്ടുണ്ടായി. ബുദ്ധിമുട്ടുകൾ ജീവിതത്തിന്റെ സ്വസ്ഥത കളയും. ബുദ്ധിമുട്ടുകൾ ജീവിതത്തിന്റെ എന്ത് കളയും? അല്ലേ? നമ്മളെ അസ്വസ്ഥരാക്കും, സമാധാനം കളയും. നമ്മളെ പലപ്പോഴും അസ്വസ്ഥരാക്കുന്നതും നമ്മുടെ സമാധാനം കെടുത്തുന്നതും നമ്മുടെ പ്രോബ്ലംസ് ആണ്. എന്നാൽ 19-ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ക്രിസ്തുവേശുവെങ്കിൽ പൂർണ്ണമായും തീർത്ത് തരും. ഞാൻ ചുരുക്കുകയാണ്. ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ അസ്വസ്ഥരാകും, നമ്മളാകെ സമാധാനം നഷ്ടപ്പെടും. എന്നാൽ പൗലോസ് പറയുന്നു, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായും മാറ്റും. അതുകൊണ്ട് ഈ ഹോള് വിട്ടിറങ്ങി പോകുമ്പോൾ നാം നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. അത് പറയുമ്പോൾ ഉടനെ പറയണം, എന്നാൽ എനിക്കൊരു ദൈവമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ആവശ്യങ്ങളുണ്ട്. ചേർത്ത് പറയണം, എൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായും തീർക്കുന്ന ഒരു ആവശ്യങ്ങളുടെ പട്ടികകൾ നീളുമ്പോൾ ബുദ്ധിമുട്ട്, അസ്വസ്ഥരാകും അല്ലേ? ആവശ്യങ്ങൾ ഏറുമ്പോൾ നാം അസ്വസ്ഥരാകും, അല്ലയോ? അല്ലേ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഐ ഹാവ് ലേൺ ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ്. എനിക്ക് ആവശ്യമുണ്ട്, ആവശ്യത്തിന് എന്നെ നടത്തുന്ന ഒരു ദൈവം എനിക്ക് ഉണ്ട്.
ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.